ഹായ് ഹലോ നമസ്തേ. ട്രിവൻ കപ്പിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ആദ്യമായിട്ട് മൂന്നാർ കാണാൻ പോകുന്നൊരു സന്തോഷത്തിലാണ് കേട്ടോ ഞാനും മാളും. കൂടെ ഞങ്ങളുടെ ഭൂമിക്കുട്ടനും ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല ഈ യാത്രയിലുള്ളത്, എൻ്റെ കൂട്ടുകാരൻ ബിന്നിയും അവൻ്റെ ഫാമിലിയും ഉണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് ഞങ്ങൾ കാറിലാണ് ഈ ഒരു യാത്ര തുടങ്ങിയിരിക്കുന്നത്. രാത്രി തുടങ്ങിയ യാത്ര രാവിലെ ഒരു 7-8 മണിയായപ്പോഴേക്കും മൂന്നാർ എത്തി കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ, തിരുവനന്തപുരത്തെ കാലാവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം ഒന്നെന്ന് പറയുന്നത് മൂന്നാർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂന്നാറുണ്ട്. ഞാൻ ആദ്യമേ പറയാം, ഈ ഒരു വീഡിയോയിൽ മൂന്നാറിലെ സൈറ്റ് സീയിങ് പ്ലേസസോ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ബൂബു ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം എടുക്കാനൊന്നും സാധിച്ചില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരമായിട്ട് പോകുന്ന മാട്ടുപ്പെട്ടി, കുണ്ടള, വ്യൂ പോയിൻറ്റ്, ടീ ഫാക്ടറി, ഇവിടെയെല്ലാം ഞങ്ങൾ ഓടി വന്ന് കണ്ടതിന് ശേഷം മൂന്നാറിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഹൈയസ്റ്റ് ആയിട്ടുള്ളതും ടോപ്പായിട്ടുള്ളൊരു സ്പോട്ടിലോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബൂബു ആണെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുകയാണ്. അവനെയും വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. വീഡിയോ എല്ലാം എടുക്കുന്നത് മാളുമാണ് കേട്ടോ. ഈ ടോപ്പ് സ്റ്റേഷനിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാറിൽ അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് എന്ന് പറയുന്നത് ഈ ടോപ്പ് സ്റ്റേഷൻ തന്നെ കേട്ടോ. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളിപ്പാട്ടങ്ങൾ നല്ല വിലക്കുറവ് നമുക്ക് ഇവിടെ നിന്ന് ബാർഗെയിൻ ചെയ്തുകൊണ്ട് തന്നെ വാങ്ങിയിട്ട് പോകാം കേട്ടോ. പിന്നെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. ഒത്തിരി ആൾക്കാരാണ് കേട്ടോ ഈ ഒരു സ്പോട്ടിൽ വന്നത്. മൂന്നാറിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടൊരു സ്പോട്ട് തന്നെയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ₹20 എൻട്രി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് കയറിയാൽ മാത്രമേ നമുക്കൊരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇതിന് താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ വ്യൂ കണ്ടിട്ട് തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുകളിൽ കയറി. ഫുൾ കോടയായിരുന്നു കേട്ടോ. കോട ഉള്ളത് കാരണം നമുക്ക് ഈ ടോപ്പ് വ്യൂ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുകയാണ്. കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടത്തില്ല. കോട ഇല്ലാത്തപ്പോൾ നോക്കുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ യഥാർത്ഥ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. അന്നേരമാണ് നമുക്ക് കാണാൻ അടിപൊളി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ നിർഭാഗ്യവശാൽ കോട ഉള്ള സമയമായതുകൊണ്ട് വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ തേയിലത്തോട്ടങ്ങളും ഗ്രാമങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഒരു പിടിക്ക് 60. ഒന്നും വേസ്റ്റില്ല. വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ മൂന്നാറിൽ മൊത്തത്തിൽ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിലും നല്ല രീതിയിൽ ആൾക്കാരും വണ്ടികളും ഉണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആരും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഫാമിലിയായിട്ട് ട്രിപ്പ് അടിക്കുന്നൊരു ടൈമല്ലേ. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. മണിക്കൂറോളം സമയം നമുക്ക് ബ്ലോക്കിൽ പെടുന്ന ഒരു അവസ്ഥയും കൂടി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ ഈ ഒരു എലിക്സർ വുഡ്സ് റൂംസ് ആയിക്കോട്ടെ, ഇവിടുത്തെ റിസോർട്ട് ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിലുള്ളൊരു ആംബിയൻസും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫാൾസും നേച്ചർ വാക്കും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഈ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഈ പക്ഷിയുടെ സൗണ്ടും എല്ലാം കൂടി ആകുമ്പോൾ, കാറ്റും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു വൈബ് കിട്ടുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് ദൂരം ഒന്ന് നടക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നടക്കുന്നതൊക്കെ നല്ലതല്ലേ, നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മൾ ചിലപ്പോൾ നടക്കാനൊക്കെ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതൊക്കെ ഈ ഒരു യാത്രയിലൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നേച്ചർ വാട്ടർ അത് താഴെ മറ്റേത് കേവ്. സരി പ്രപ്പോസ് എന്ത് പറ്റി? എന്നതാ സുഭാഷേ എവിടാ? സുഭാഷേ എവിടെടാ? സുഭാഷേ വെള്ളച്ചാട്ട സൗണ്ട് കേട്ടാ? ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഭയല്ല വെള്ളച്ചാട്ടം. വാട്ടർഫാൾ 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 വാട്ടർഫാൾ. ഓ ഞാൻ അത് കയറി വന്നേടാ. വാട്ടർഫാൾ വാട്ടർഫാൾ മഴ ആകുമ്പോൾ കുറച്ചൊരു നല്ല ഹെവി ആയിരിക്കും. അവസാനം നടന്ന് ഞങ്ങൾ ആ ഒരു വാട്ടർഫാൾസിൽ എത്തി കേട്ടോ. ചെറിയൊരു വാട്ടർഫാൾസാണ്, നമുക്ക് വലിയ രീതിയിലുള്ള വാട്ടർഫാൾസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറവായിരുന്നു കേട്ടോ വാട്ടർഫാൾസിൽ. നമുക്ക് കുളിക്കാനും കുറച്ച് നേരം ഒന്ന് കളിക്കാനൊക്കെ പറ്റിയ ഒരു കിള്ള സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ പ്രൈവറ്റ് വാട്ടർഫാൾസ്. ഈ ഒരു റിസോർട്ടിൻ്റെ മാത്രമാണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ മഴയല്ലാത്തതുകൊണ്ടാണ് വെള്ളം നല്ല രീതിയിൽ കുറവായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനും വലിയ പേടിയോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാകുമോ അങ്ങനെ രീതിയിലൊന്നും പേടി വേണ്ട കേട്ടോ. നമുക്ക് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കുളിച്ചിട്ട് നമുക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള സ്പോട്ട് തന്നെയാണ്. പക്ഷേ മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സൂക്ഷിക്കണം. നല്ല രീതിയിൽ ഫോഴ്സിൽ വെള്ളം ഇവിടുന്ന് പോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ടാണ് ഇനി പോകുന്നത്. റൂമിൽ പോയിട്ട് ഫ്രഷപ്പായി ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള ഒരു ഒരുക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എലിക്സർ വുഡ്സ് റിസോർട്ടും ഇവിടുത്തെ പ്രോപ്പർട്ടിയും എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ കിടിലൻ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ ഈ എലിക്സർ വുഡ്സ് എന്ന് പറയുന്നത്. വലിയ ഡേഞ്ചറും കാര്യങ്ങളായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് സൂക്ഷിക്കുക. ഈ ഒരു വീഡിയോയുടെ തുടക്കമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശദമായിട്ടുള്ള കാര്യങ്ങളോ കാഴ്ചകളോ ഒന്നും തന്നെ ഈ ഒരു വീഡിയോയിലില്ല. സൈറ്റ് സീയിങ് പ്ലേസസിൻ്റെ ഡീറ്റെയിൽസോ അതിൻ്റെ കാഴ്ചകളൊന്നും തന്നെ ഇല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു. പിന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ടതിന് ശേഷം ഒന്നും തന്നെ ഇല്ലയെന്ന് ആരും തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്.